വിദേശ രാജ്യത്തെ സ്വദേശങ്ങളിലുമൊക്കെ അന്യായമായ തടങ്കലിൽ കിടക്കുന്നവർ ന്യായമായ തടങ്കലിലാണെങ്കിൽ പോലും അവിടെ ശിക്ഷയുടെ സമയം കഴിഞ്ഞിട്ട് വീണ്ടും അവർക്ക് സ്വാധീനമില്ല, പണമില്ല, ഇല്ലാത്തതുകൊണ്ട് ജീവിതം പെട്ടുപോയവര്, പലതരത്തിലുള്ള തെറ്റാണെന്നറിയാതെ ചെയ്തിട്ടുള്ള തെറ്റുകൾക്ക് നിയമത്തിൻ്റെ ശിക്ഷ മേടിച്ച് ജീവിതം കുരുങ്ങിപ്പോയവരെ യേശുവിന്റെ നാമത്തിൽ അവരുടെ ബന്ധനങ്ങൾ അഴിയട്ടെ. സ്തുതിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 2 പ്രളയങ്ങള്, 2 കൊറോണ, 2 വർഷത്തെ കൊറോണ, ഇതെല്ലാം വന്ന് ജനങ്ങളുടെ സാമ്പത്തികമായി തകർന്ന് ബാങ്കിൻ്റെ പലിശ ഒരു വരുമാനം ഇല്ലാത്ത കാരണം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ പാർലമെൻറ്റ് തീരുമാനം പോലും ബാങ്കിന് അനുകൂലമാണ്. ഇനി നിങ്ങൾ കോടതി പോകേണ്ട കാര്യമില്ല, ബാങ്കിന് നേരിട്ട് ജപ്തി ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുക. നമ്മൾക്ക് ജനതങ്ങൾക്ക് ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഈ ആരാധന കണ്ണീരിടണത്. കർത്താവ് നിൻ്റെ വിഷയത്തിൽ തീരുമാനമെടുക്കും, കർത്താവ് നിൻ്റെ കണ്ണീരിനെ ഏറ്റെടുക്കും എന്ന് ആഴമായ വിശ്വാസ ബോധ്യമുള്ളവരെ കൈ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. സ്തുതിക്കട്ടെ. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങൾ പ്രത്യാശിക്കുന്നു, ഞങ്ങൾ ഏറ്റുപറയുന്നു. നിന്നെ സ്നേഹിച്ചിടും, നിന്നെ ശക്തിയൊക്കെയോടും നിന്നെ സ്നേഹിച്ചിടുന്നേ, നിന്നെ നീലച്ചു വാഴും നീലേഴുന്നള്ളണേ. സ്വർഗീയ രാജനീശോ നിൻ മുൻപിൽ വന്നിതാ ഞാൻ, കാരുണ്യ സാഗരമേ കാത്തുകൊള്ളണമേ നീ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക. സന്തോഷമായിട്ടിരിക്കണം. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ മേൽ കൈനീട്ടിക്കൊണ്ട് കർത്താവിൻ്റെ വചനാഭിഷേകം ഉണ്ടാകാൻ വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ അങ്ങയുടെ അഭിഷിക്തനെ യേശുവേ നീ നോക്കി പാർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വചനങ്ങൾ അങ്ങയുടെ അഭിഷിക്തനിലൂടെ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ മേഖലകളിലെയും യേശുവേ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതാണ് പരിശുദ്ധാത്മാവ് പറയണത്. ഒരു വ്യക്തിയെ ഭാഗ്യമുള്ളതാക്കണത് ഉടമ്പടിയാണ്. എന്താണ്?
നീ ഭാഗ്യവതിയാണ്. കാര്യം എന്താണ്? ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദാനം, നീ ഒരു ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്നുള്ള വാഗ്ദാനം നീ എന്ത് ചെയ്ത് അത് നിറവേറും. നിറവേറിയെന്നല്ല, നിറവേറും. ഭാവിയാണ്, പ്രത്യാശയാണ്. അപ്പോൾ ഉടമ്പടിയിൽ അമ്മയ്ക്കുണ്ടായിരുന്നത് എന്താണ്? പ്രത്യാശ. അമ്മയ്ക്കുണ്ടായിരുന്നത് എന്താണ്? പ്രത്യാശ. പ്രത്യാശ എന്താണ് എന്ന് പറഞ്ഞാൽ ഉടമ്പടി പ്രകാരം അപ്പൻ്റെ വാഗ്ദാനം നിൻ്റെ ജീവിതത്തിൽ നിറവേറുമെന്ന് നീ വിശ്വസിച്ചു. അതാണ് സംഭവം. അപ്പോൾ 2 കാര്യങ്ങൾ അവിടെ ഉണ്ട്. എന്തൊക്കെ ഉണ്ട്? ഒന്ന്, പരിശുദ്ധ അമ്മയുടെ വിശ്വാസം. ഉടമ്പടി പാലിക്കാൻ, ഉടമ്പടി നിറവേറാൻ നമുക്ക് ആവശ്യമായത് എന്താണ്? ഒന്ന്, വിശ്വാസം. രണ്ടാമത്തേത് എന്താണ്? പ്രത്യാശ. രണ്ടാമത്തേത് എന്താണ്? പ്രത്യാശയാണ് വരണത്. അപ്പം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഉടമ്പടി എടുത്ത ഓരോ ആൾക്കാർക്ക് എന്താ വേണ്ടത്? ഒന്ന്, പ്രത്യാശ. രണ്ടാമത്തേത് എന്താണ്? വിശ്വാസം. അതായത് ഇപ്പോൾ റേച്ചലിൻ്റെ അമ്മയ്ക്ക് അവരുടെ മുടി തിരിച്ചു വരുമെന്നുള്ളത് വിശ്വാസമാണ്, അല്ലേ? അപ്പോൾ വിശ്വാസത്താണ് അവർ ഒന്നാമത്തെ. അത് എന്താ വിശ്വാസമാണെന്ന് പറയാൻ കാര്യം, അവർ ഒന്നാമത് ഉടമ്പടിയിൽ അത് എഴുതിയത് കൊണ്ടാണ്. അവർ 6ാമതാണ് എഴുതിയെങ്കിൽ ഒക്കട്ടെന്നായി പോയേനും. പല ആൾക്കാരുടെ ഉടമ്പടി ഉടക്കി കിടക്കണേൻ്റെ കാര്യം ഈ ഒക്കട്ടെന്നും പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയിൽ അവിശ്വസിച്ചുകൊണ്ട് അവസാനത്തെ കാര്യം എഴുതിയതാണ് പണിയായി പോയിരിക്കുന്നത്. അതുകൊണ്ട് അവരെല്ലാം തിരിച്ചു വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് ഒരിക്കലും നടക്കാത്ത കാര്യം, എന്നാൽ നടന്നേ മുന്നോട്ട് പോകാൻ പറ്റാത്തുള്ള കാര്യം ആദ്യം എഴുതിയിട്ട് ദൈവത്തെ വിശ്വാസത്തിലെടുക്കണം. സ്തുതിക്കട്ടെ. തിരുവത്താഴ മേശയിൽ സംഭാവന, തിരുവത്താഴ മേശയിൽ സംഭാവനമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. പരിശുദ്ധ അമ്മയ്ക്ക് 2 കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ വാഗ്ദാനത്തോട്, അതാണ് നിയോഗമെന്ന് പറയുന്നത്, ഇല്ലേ? ഉടമ്പടിയുടെ നിയോഗം എന്താണ്? നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കാം. അതാണ് നിയോഗം. ഉടമ്പടിയുടെ നിയോഗം. ആ നിയോഗത്തിന് ദൈവം ആവശ്യപ്പെടുന്നത് നിബന്ധന മറിയത്തിൻ്റെ പ്രത്യാശയാണെന്നുള്ളത് ദൈവം മാതാവിനോട് പറഞ്ഞിട്ടില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞു. അവിടെയാണ് വിഷയം വന്നത്. ഉടമ്പടിക്ക് പരിശുദ്ധാത്മാവിന് ആവശ്യമാണ് നമുക്ക്. അല്ലാതെ ആലപ്പുഴ വരാൻ വണ്ടിക്കാശുണ്ടായാൽ മാത്രം വർക്കൗട്ട് ചെയ്യത്തില്ല. അതായത് മാതാവിൻ്റെ പ്രത്യുത്തരം എന്താണ്? എലിസബത്ത് പറയണത്, മേരി, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് നീ വിശ്വസിച്ചു. രണ്ടാമത്തെ എന്താണ്? നിറവേറുമെന്നാണ് വിശ്വസിച്ചത്. ഭാവി നടക്കാൻ പോണ കാര്യമാണ്. അതിനകത്ത് പ്രത്യാശയുണ്ട്. ഒരേ സമയം ഉടമ്പടിക്ക് നമുക്ക് വരുന്നിരിക്കുന്ന നിബന്ധന വിശ്വാസവും പ്രത്യാശയുമാണ്. ഈ വിശ്വാസവും പ്രത്യാശയും എന്ന് പറയുമ്പോൾ ഇപ്പം എന്താണ് ചെയ്യണത്? ഇപ്പോൾ അവരുടെ പേരെന്നാ നമ്മൾ കണ്ടത്, ഷെർലി അല്ലേ? ഷെർലി പട്ടിയൂർക്കാവിലെ എന്താ ചെയ്യണം? അവർ ഈ മകൻ 2ാം ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഉടമ്പടി ചെയ്തതിന് ശേഷം ഉടമ്പടി കാശ് രൂപ അവർ പോക്കറ്റിലിട്ട് കൊടുക്കും. എന്നിട്ടെന്താ പറയണത്? മകനെ, നീ 2ാമത്തെ കമ്പനി ഇൻ്റർവ്യൂവിൽ, സ്കൂളിൻ്റെ ഇൻ്റർവ്യൂവിൽ നീ ജയിക്കും. അതെന്താണ്? ഷെർലിയുടെ പ്രത്യാശയാണ്.
വിശ്വാസമുണ്ട് അതിൻ്റെ അകത്ത്, അല്ലേ? എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ എപ്പോഴും പഴയ ഉടമ്പടി എല്ലാം ചെയ്യണത് ആദ്യം ഒരു സ്തംഭം നാട്ടും, പിന്നെ അവർ ഉടമ്പടി ചെയ്യും, പിന്നെ അവർ ഭക്ഷണം കഴിക്കും. ഇതെല്ലാം സ്ഥിരീകരണത്തിൻ്റെ ഒരു ഇതാണ്. മരിയൻ ഉടമ്പടി നമ്മൾ സ്തംഭം നാട്ടുന്നതിന് പകരം നമ്മളെ കൊടുക്കുന്നത് ഉടമ്പടി കാശുരുവാണ് കൊടുക്കുന്നത്. ഉടമ്പടി കാശുരു എന്ന് ഓർമ്മ. സ്തംഭം നാട്ടണം എന്താണ്? പഴയ നിയമത്തിൽ കല്ലെടുത്ത് വെക്കും. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു കല്ലെടുത്ത് വെക്കും, ഒരു കരിങ്കല്ല്, എന്നിട്ട് അതിന്മേ ഉടമ്പടി തൈലം ഒഴിക്കും. അപ്പോഴാണ് അത് ഓർമ്മക്കല്ലാണ്, സ്മാരകശില. അപ്പോൾ ഈ സ്മാരകശിലയുടെ ഉടമ്പടിയിൽ നിന്ന് നമുക്ക് കുറേ സംഭവങ്ങൾ മരിയൻ ഉടമ്പടിയിലുണ്ട്. ഉടമ്പടി തൈലം ഒരു സ്മാരകശിലയാണ്. പിന്നെ ഉടമ്പടി പത്രിക, പിന്നെ ഉടമ്പടി കാശുരൂപം, ഇങ്ങനെ കുറേ സ്മാരകശിലകളുണ്ട്. പക്ഷെ എന്താ സംഭവം? ഇതെല്ലാം ഈ ശില നാട്ടണം എന്തിനാണെന്ന് പഴയ നിയമത്തിൽ ഉടമ്പടി എടുക്കുന്നവർ ഞാൻ യഹോവയുടെ നാമത്തിൽ ചെയ്ത ഉടമ്പടിയുടെ ഓർമ്മയാണതെല്ലാം. അതുകൊണ്ട് ഞങ്ങൾ നിർബന്ധമായിട്ട് പറയും ഉടമ്പടി കാശുരൂപം പോകരുത് എന്ന് പറയും. കാശുരൂപം ആർക്കെങ്കിലും നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ, ഇൻ കേസ് അവർക്ക് കാര്യം അറിയാൻ പാടില്ലാതെ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഡാമേജ് ആയാൽ തിരിച്ചു കൊടുക്കും. കാര്യം അത് ഞങ്ങൾക്കറിയാം അതിൻ്റെ വില എന്താണെന്നറിയാം. അപ്പോൾ നിങ്ങൾക്കും അറിയണം. അതുപോലെ ഇത് ഉടമ്പടി പ്രകാരമുള്ള ഓർമ്മ ആയിട്ടുള്ള തിരുവസ്തുക്കളാണ് അതെല്ലാം. അപ്പം അത് നിങ്ങളതേപോലെ തന്നെയാണ് കരുതേണ്ടത്. ചില ആൾക്കാർക്ക് കരുതൽ കൂടുതലാണ്. കഴിഞ്ഞാൽ ഉടമ്പടി കിട്ടിയിരിക്കുന്ന വസ്തു എന്താണെന്ന് ചിലർക്ക് വല്ലാണ്ട് അങ്ങോട്ട് അറിയാം. അവിടെയാണ് പ്രശ്നം. ചിലർക്ക് അറിയാം, ചിലർക്ക് വല്ലാണ്ടറിയാം എന്തെല്ലാമാണ് കിട്ടിയിരിക്കണമെന്ന്. ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നവർക്ക്, ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കാണ് ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള സാക്ഷ്യങ്ങളുള്ളത്. കാര്യം നമ്മൾ ഉടമ്പടി നമ്മളെ പഠിപ്പിക്കുന്ന കുറേ പാഠങ്ങളുണ്ട്. ചില ആൾക്കാർ അടുത്ത ബസ് സ്റ്റോപ്പിൽ വന്ന് വെച്ചും പറയും ഞങ്ങൾക്ക് പോകണം എന്ന് പറഞ്ഞോട് വന്ന് ധൃതി ഉണ്ടാക്കും. അപ്പം ഞങ്ങൾ ചിലപ്പോൾ അടുത്ത 2 സ്റ്റോപ്പിൻ്റെ അപ്പുറത്തുള്ള ആൾക്കാരായിരിക്കും കൃപാസനത്തിന്. അപ്പം ഞങ്ങൾ എന്താ പറയണം അവരോട്? ദയവായിട്ട് ഇവിടുന്ന് മാറി തരാമെന്നേ പറയത്തുള്ളൂ. അല്ല നിങ്ങൾ ഉടമ്പടി എടുക്കണം ഒന്നും പറയത്തില്ല. കാര്യം ഇവരെ കൊണ്ട് ഉടമ്പടി എടുത്തിട്ട് ദൈവത്തിനൊന്നും നേടായില്ലെന്ന് ഞങ്ങൾക്കറിയാം. കാര്യം അവർക്ക് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ അവിടെ ഒന്നുമില്ല. ഉടമ്പടിക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ഉടമ്പടിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ സാക്ഷി കിട്ടിയിട്ടുണ്ട്, ചേർത്തലയിലുള്ള സാക്ഷിയാണ്, ആലപ്പുഴത്തെ സാക്ഷിയാണ്. അതിടാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഗീസ് എന്ന ആളാണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. എന്താണ് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ 40 വർഷമായിട്ട് അദ്ദേഹത്തിന് വഴിയില്ല, പുറത്തേക്ക് പോകാൻ വഴിയില്ല. ഇതിൻ്റെ അകത്ത് വരുന്ന വിഷയം എന്ന് പറയണത് ഇദ്ദേഹത്തിൻ്റെ 9 വീട്ടുകാരും ഉണ്ട് അടുത്ത്. അവർ വെള്ളത്തിലൂടെയാണ് പോകുന്നത്. അപ്പം ഞാനോർത്തു ഒട്ടൊപ്പം വെള്ളത്തിലാണ് പോണത്. ഇപ്പം എല്ലാ മാസവും തന്നെ ഇത് ആവശ്യമുണ്ട്. അതായത് തണ്ണീർമുക്കം കായലിൽ കൂടെ ഉപ്പ് വെള്ളം കയറി വരുമ്പോൾ ഇവിടെ വീടിൻ്റെ വക കയറും. തണ്ണീർമുക്കം കായലിലൂടെ ഉപ്പ് അദ്ദേഹം അത് പ്രത്യേകം പറയുന്നുണ്ട്, തണ്ണീർമുക്കം കായലിലൂടെ ഉപ്പ് കയറി വരുമെന്ന്. ഉപ്പുവെള്ളം കയറി വരുമ്പോൾ അത് കായലും പൊങ്ങിയിട്ട് ഇവരുടെ വീട്ടുവഴികളിലൂടെയാണ് ഈ ഉപ്പ് വെള്ളം കയറുമ്പോൾ മുട്ടപ്പം വെള്ളം എന്നാണ് പറയണത്. എന്നിട്ട് എങ്ങനെ 12 മാസവും വെള്ളം, അല്ലാതെ വർഷകാലത്ത് മാത്രമല്ല, വർഷകാലത്തും വേനൽക്കാലത്തും വെള്ളം, 12 മാസവും വെള്ളം, 40 വർഷമായിട്ട് വഴിയില്ല. ഇത് ക്യാപിറ്റൽ പ്രശ്നമാണിത്. എന്നിട്ട് ഈ വർഗീസ് ഒന്ന് ഉടമ്പടി ചെയ്യും, അമ്മ എനിക്ക് വഴിയില്ല, ഞാൻ മുട്ടപ്പം നീന്തിയാണ് 12 മാസവും ജീവിക്കണത്, എനിക്കൊരു സമാധാനം ഉണ്ടാക്കി തന്നെ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വഴിയിൽ അവർക്കുള്ള വഴിയുടെ അവിടെ കേസിൽ കിടക്കണതാണ് സംഭവം. കേസിൽ കിടക്കണ കാരണമാണ് അവർക്ക് വഴി കിട്ടാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം കേസ് മാറാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഈ വർഗീസിൻ്റെയൊക്കെ കുറേ പേയ്മെൻ്റ് അമ്മ ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ മകനെ ഇത് ചെയ്തു തരാം, ആദ്യം നീ വിശ്വാസം പ്രഖ്യാപിക്കാൻ പറയും. അപ്പോൾ വർഗീസ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം പ്രഖ്യാപിക്കണം. ഉടമ്പടിയുടെ ഒരു സംഭവമാണല്ല, വിശ്വാസം പ്രഖ്യാപിക്കണം, പ്രത്യാശയോടുകൂടി വിശ്വാസം പ്രഖ്യാപിക്കണം. അതാ ലൂക്ക 1:45. വർഗീസ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയിട്ട് ഈ മുട്ടപ്പം വെള്ളത്തിൽ വിതറും.
നിങ്ങൾ ആ സാക്ഷ്യം ഒന്ന് കേൾക്കണം. എങ്ങനെയാണ് വിശ്വാസം പ്രഖ്യാപിക്കണമെന്ന്. ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയതിന് ശേഷം മുട്ടപ്പം വെള്ളത്തിൽ നിൽക്കുന്ന വഴി, ഇല്ലാത്ത വഴിയിൽ, വെള്ളം കെട്ടി നിൽക്കുന്ന വഴിയിൽ, കിട്ടാത്ത വഴിയിൽ, കേസായ വഴിയിൽ കൊണ്ടുപോയി ഈ ഉപ്പ് വിതറും. എന്താണ്? എൻ്റെ അമ്മ ഈ വഴി എനിക്ക് തരും എന്ന് പറഞ്ഞാണ് വിശ്വസിക്കണത്. വിശ്വസിച്ചവരാണ്. അത് വിശ്വസിച്ചത് മാത്രം കാര്യമില്ല, അത് പ്രഖ്യാപിക്കണം. വിശ്വാസം എപ്പോഴും ചെയ്യേണ്ടത് എന്താണ്? പ്രഖ്യാപിക്കണം. ഇപ്പോൾ ഉടമ്പടി തൈലം തേക്കണത് എന്താണ്? അത് പ്രഖ്യാപനമാണ്. വിശ്വാസം എപ്പോഴും പ്രഖ്യാപിക്കാനുള്ളതാണ്. അവരുടെ കയ്യിൽ അവിടെ ആ വെള്ളത്തിലിടാൻ പറ്റിയ സാധനം വർഗീസ് നോക്കിയിട്ട് ഉടമ്പടി ഉപ്പാണ്. ഉടമ്പടി കൊണ്ട് ഉപ്പ് കൊണ്ട് വിശ്വാസപ്രമാണം ചെയ്തിട്ട് കർത്താവ് ഈ വഴി തരാൻ വേണ്ടി ആ വഴിയിൽ വെള്ളത്തിലിടും. വെള്ളത്തിലിട്ടിട്ട് ഒരു കൊല്ലമാകും. ഒരു കൊല്ലമാകുമ്പോൾ വർഗീസ് അമ്മയെടുത്ത് വരും. അമ്മയെടുത്ത് വന്ന് വെച്ചാൽ അമ്മയോട് പറയും, അമ്മേ, ഒരു കൊല്ലമായി ഉടമ്പടി ചെയ്തിട്ട് ഇതുവരെക്കും വഴി കിട്ടിയില്ല. അത് ആ അമ്മയോട് പറയുന്ന ഒരു രീതിയുണ്ട്. അതായത് ഒരു സ്നേഹം അതിൻ്റെ അകത്തുണ്ട്. ഇതാണ് വിഷയം. കാര്യം വിശ്വാസവും പ്രത്യാശയും മാത്രം പോരാ, ഒരു സ്നേഹത്തിൻ്റെ കണ്ടൻറ്റ് വേണ്ട അതിൻ്റെ അകത്ത്. കാര്യം ഉടമ്പടി സാങ്കേതികമായിട്ട് സംഭവിക്കുന്ന ഒരു കെമിക്കൽ ഫോർമുല അല്ല. ദൈവത്തിൻ്റെ ഇടപെടൽ ഉറപ്പ് വരുത്തണമെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ദൈവസ്നേഹം ഉണ്ടാകണം. അപ്പോൾ വർഗീസ് കർത്താവിൻ്റെ അടുത്ത് നിന്ന് അമ്മയോട് തോന്നിച്ചും അമ്മയോട് പറയും, അമ്മേ, അത് നമ്മുടെ വീട്ടിലെ അമ്മച്ചിയോട് പറയണ പോലെ ഉള്ള സ്നേഹത്തിൽ പറയും, അമ്മേ, ഉടമ്പടി എടുത്തിട്ട് ഒരു കൊല്ലമായി വരുന്നു, എനിക്ക് വഴി കിട്ടിയില്ല, എനിക്ക് വഴി കിട്ടാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അമ്മ എന്തെങ്കിലും ചെയ്യണം, അമ്മ എന്തെങ്കിലും ചെയ്യണമെന്നാണ് പറയുന്നത്. അതാണ് സംഭവം. അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ എന്തെങ്കിലും ചെയ്യണമെന്ന് നമ്മൾ മനുഷ്യന്മാരോട് പറയണ പോലെയുള്ള സ്നേഹത്തിൽ ഈ മനുഷ്യൻ പറയും. അത് അമ്മയുടെ ചങ്കിരിക്കുള്ളൂ ആ സംഭവം. ദൈവത്തിനോട് പ്രാർത്ഥിക്കണമല്ല പ്രശ്നം, ദൈവത്തിൻ്റെ ചങ്കിലി കൊള്ളണം. എന്നിട്ട് അവിടെ പിന്നെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ചിന്തിക്കാത്ത രീതിയിൽ 3 മീറ്റർ വീതിയിൽ വേറെ ഒരു വഴി ഈ മനുഷ്യന് വേറെ പറമ്പിൽ നിന്ന് വെട്ടി ഈ മനുഷ്യൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവരും അമ്മ. അത് സംഭവം ഭയങ്കരമാണ്. അത് പറയുമ്പോൾ അത് സാക്ഷി എക്സ്പ്ലെയിൻ ചെയ്യുന്ന വ്യക്തി അവിടെ പറയുന്നുണ്ട്. ജോമളാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യണത്. അവർ പറയുന്നുണ്ട്, യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. എൻ്റെ പേര് ലിനിമോൾ ജോസഫ്. ഞാൻ കോട്ടയം ജില്ലയിലെ മുട്ടിച്ചിറ ഇടവയിൽ നിന്ന് വരുന്നു. ഞാൻ 2018 ഡിസംബർ 7 മാസത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഇവിടെ സാക്ഷ്യം പറയാൻ പോണത് കഴിഞ്ഞ മാസത്തെ ഞാൻ പറയാം, എൻ്റെ കാലിൻ്റെ കണ്ണയ്ക്ക് ഭയങ്കര വേദനയായിരുന്നു 2-3 മാസമായിട്ട്. അത് ഇടയ്ക്ക് വന്നു പോവുകയും ചെയ്യുമായിരുന്നു. ഭയങ്കര വേദനയായിരുന്നു. സ്റ്റെപ്പൊന്നും കയറാൻ മേലായിരുന്നു. പള്ളിയിലൊക്കെ പോകുമ്പോൾ ഞൊണ്ടിയാണ് പൊക്കോട്ടിരുന്നത്. ഭയങ്കര വേദനയായിട്ട് ഇരിക്കുമ്പോഴാണ് അച്ഛൻ്റെ കഴിഞ്ഞ മാസത്തെ ചൊവ്വാഴ്ചത്തെ ടോക്ക് കേട്ടത്. ആരാധന സമയത്ത് അച്ഛനിങ്ങനെ പറഞ്ഞു, കാലിൻ്റെ കണ്ണയ്ക്ക് ഭയങ്കരമായിട്ട് വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം സുഖപ്പെടുത്തുന്നു, കളറൊക്കെ ഇങ്ങനെ ചേഞ്ചായിട്ട് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ കാലിനും ഇതുപോലെ ചുമന്ന കളറിലൊക്കെ വന്ന് ഭയങ്കര വേദനയായിരുന്നു. അത് ഞാനാണെന്ന് തന്നെ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ വേദന എനിക്ക് പൂർണ്ണമായി മാറിക്കിട്ടി. അമ്മ മാതാവിന് 1000 നന്ദി. പിന്നെ എൻ്റെ അമ്മയുടെ ചെവിക്ക് ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ അമ്മയ്ക്ക് ചെവിക്ക് ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞു. അതുപോലെ അമ്മയ്ക്ക് ഹാർട്ട് സംബന്ധമായ ഒരു അസുഖം ഉണ്ടായിരുന്നു. ടാബ്ലറ്റ് കണ്ടിന്യൂ കഴിക്കണമെന്നാണ് പറഞ്ഞത്. ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ മുമ്പിൽ വന്ന് തിരി കത്തിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ അമ്മയ്ക്ക് പൂർണ്ണമായും മരുന്ന് ഒഴിവാക്കി കിട്ടി. ഇനി ഒരിക്കലും കഴിക്കേണ്ടെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരു അഡ്വക്കേറ്റാണ്. ഹസ്ബൻഡിൻ്റെ ഓഫീസിന് വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി എഴുതി പ്രാർത്ഥിച്ചായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഹസ്ബൻഡ് ഒരു നല്ലൊരു ഓഫീസൊക്കെ ഇടുവാൻ പറ്റി. പിന്നെ ഉടമ്പടി തൈലം മൂലം ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് കിട്ടിയിട്ടുണ്ട്. മക്കൾക്ക് എന്ത് വേദന വന്നാലും ഉടമ്പടി തൈലം ഉടനെ എടുത്ത് തൂക്കും. അങ്ങനെ വേദന മാറിക്കിട്ടും. എൻ്റെ മോനായാലും കാല് പഴുത്ത് 2 ദിവസം അങ്ങനെ ഇരുന്ന് ഉടമ്പടി തൈലം തൂത്തതിൻ്റെ ഫലമായിട്ട് ആ തൂത്ത ഉടനെ തന്നെ അത് മാറിക്കിട്ടി. അമ്മ മാതാവ് നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും വലുതും ചെറുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. ഇനി എനിക്ക് ഇവിടെ വന്നൊരു സാക്ഷി. ത്രിയേക ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് നിയ മാത്യു. ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്.
ഞാൻ ഉടമ്പടി ആദ്യം ഓൺലൈനിലാണ് എടുത്തത്, അത് ഫെബ്രുവരി 8. പിന്നെ ഉടമ്പടി ഇവിടെ വന്നെടുത്തത് മാർച്ച് 13-നാണ്. ആദ്യമായിട്ട് ഉടമ്പടിയിൽ ഓൺലൈനിൽ എടുത്തപ്പോൾ ഞാൻ വെച്ചത് എൻ്റെ IELTS കാര്യമായിരുന്നു. ഞാൻ 5 പ്രാവശ്യം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കോർ UKയുടെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അയർലൻഡിൻ്റെയും കിട്ടിയിട്ടുണ്ടാവും. ഒരു സ്കോർ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഉടമ്പടി വെച്ചു. എനിക്കറിയില്ലായിരുന്നു എങ്ങനെ നിയോഗം വെക്കുക, അങ്ങനെ കാര്യങ്ങളൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഓൺലൈനിൽ എടുത്തപ്പോൾ 6 ഇത് കണ്ടു. പക്ഷേ 6 എണ്ണത്തിലും സെപ്പറേറ്റ് ഒന്നുമല്ല ഞാൻ വെച്ചത്. 6 എണ്ണത്തിലും IELTS കാര്യം തന്നെയായിരുന്നു വെച്ചത്, വേറെ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എക്സാം എഴുതി റിസൾട്ട് വന്നത് മാർച്ച് 10-നായിരുന്നു. എനിക്ക് അയർലൻഡിൻ്റെ സ്കോർ വന്നിട്ട് മാതാവിനെ അനുഗ്രഹിച്ചു. അതും അവിടെ ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ വന്നായിരുന്നു. അന്ന് ഉടമ്പടി ഇവിടെ എടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇവിടുന്ന് മാതാവിൻ്റെ ചെറിയ ലോക്കറ്റൊക്കെ വാങ്ങിച്ചിട്ടാണ് പോയത്. എന്നിട്ട് എൻ്റെ ഒരു ചെറിയൊരു കൊന്തയുണ്ടായിരുന്നു. ആ കൊന്തയിൽ എക്സാമിന് പോകുമ്പോൾ ആ മാതാവിൻ്റെ ചെറിയ ലോക്കറ്റ് ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ എക്സാമിന് മുന്നേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇരിക്കുകയായിരുന്നു, വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സാധാരണ IELTS എക്സാം എഴുതുന്നവർക്ക് അറിയാം, ലിസണിങ്ങും റീഡിങ്ങും ഒക്കെ 4 സെക്ഷനായിട്ടാണ്. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ഭയങ്കര ടഫായിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു മൾട്ടിപ്പിൾ ചോയ്സ് അധികം വരല്ലേന്ന്. അപ്പം റീഡിങ്ങിലാണെങ്കിലും ലിസണിങ്ങിലാണെങ്കിലും ഒരു സെക്ഷൻ മാത്രമേ മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ആശ്വാസമായിരുന്നു. അപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു എന്തായാലും അത്യാവശ്യം സ്കോർ കിട്ടും, ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എനിക്ക് നല്ല സ്കോർ തന്നെ കിട്ടി. മൊത്തം ഓവറോൾ 7.5 സ്കോർ എനിക്ക് കിട്ടി. അതേപോലെ തന്നെ ആദ്യം ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പത്രം വഴിയായിരുന്നു അറിഞ്ഞത്. അപ്പോൾ ആ സമയത്ത് തന്നെ അമ്മ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ വീട്ടിലൊരു മരം വിൽക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുന്നേ കുറേ ശ്രമിച്ചു, പക്ഷെ അത് നടന്നില്ല. പക്ഷെ അതിന് വേണ്ടി ഞങ്ങൾ പിന്നെ അങ്ങനെ ശ്രമിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ പറഞ്ഞു ഉടമ്പടി എടുക്കുമ്പോൾ ഇവിടെ വന്ന് നിയോഗം എഴുതാം, മരം വിറ്റ് പോകുന്നതിൻ്റെ കാര്യം. പക്ഷെ അത് ഒന്നും ചെയ്യാതെ തന്നെ പിറ്റേ ദിവസം അങ്ങനെ ഒരാൾ വിളിച്ച് പറഞ്ഞു മരം എടുക്കുകയാണ്. ഞങ്ങളൊന്നും ചെയ്തില്ല, അത്യാവശ്യം നല്ല വിലയ്ക്ക് തന്നെ മരം വിറ്റുപോയി. അതിനും ദൈവത്തിന് നന്ദി പറയുന്നു. അതിന് വേണ്ടി പ്രാർത്ഥിച്ചു. അത് നിയോഗമൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, പ്രാർത്ഥിച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് മാർച്ച് 13-ാം വന്ന് ഇവിടെ നിയോഗമായിട്ട് എഴുതിയത് എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ ബാക്കിയുള്ള അയർലൻഡിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം 1 വർഷത്തോളം സമയമെടുക്കും. അത് അങ്ങനെയാണ്. അപ്പോൾ എനിക്കും എൻ്റെ ഫ്രണ്ട് വിമിത എന്ന് പറഞ്ഞ കുട്ടിയെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പ്രോസസ്സിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ആദ്യം ഒരുമിച്ചാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ആദ്യം അവളുടെ എല്ലാം ശരിയാവുമായിരുന്നു. അപ്പോൾ അവൾക്ക് ആദ്യം അവിടുന്ന് ഉള്ള മെസ്സേജൊക്കെ വന്നപ്പോൾ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയും സങ്കടം ഒക്കെ ആയി. മീൻസ് നമ്മൾ ഒരുമിച്ച് ചെയ്തല്ലോ, അപ്പോൾ എനിക്ക് വരില്ല. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭിത്തിയിൽ മാതാവിൻ്റെ രൂപം പോലെ ഭിത്തിയിൽ കണ്ടു നെഞ്ചത്ത് തിരിയായിട്ട്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വൈകിയാലും മീൻസ് എന്തായാലും മാതാവ് കൂടിയുണ്ട്, എന്തായാലും നടക്കും. അതേപോലെ തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു. വിസ പ്രോസസ്സിങ് കഴിഞ്ഞു. ഞാൻ മെയ് 3-ാം തീയതി അയർലൻഡിലേക്ക് പോവുകയാണ്. എൻ്റെ ഫ്രണ്ട് വിമിത അവൾ കഴിഞ്ഞ മാസം ഏപ്രിൽ ആദ്യം പോയി, അവൾ എക്സാമൊക്കെ പാസ്സായി. ഞാൻ മെയ് 3-ാം തീയതി പോവും. മെയ് 8-ഉം 15-ഉം എനിക്ക് അവിടെ ചെന്നിട്ടുള്ള എക്സാം ഉണ്ട്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ എൻ്റെ അനിയൻ്റെ കാലിൽ ആണിരോഗം വന്നിട്ട് കാലിൻ്റെ സൈഡിലും കാൽപത്തിയുടെ സൈഡിലും കാൽഭാഗത്തിൻ്റെ അടിയിലായിട്ട് ഉണ്ടായിരുന്നു. അവൻ നടക്കാനൊക്കെ ചെറിയ വേദനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ അവൻ ഞങ്ങളുടെ അടുത്തുള്ള ആശുപത്രിയിൽ പോയിട്ട് ഡോക്ടറെ കാണിച്ചത് മാറ്റിയതാണ്. അത് സർജറി മയക്ക് അവിടെ ഇത് കൊടുത്തിട്ട് അനസ്തേഷ്യ കൊടുത്ത് അത് എടുത്ത് കളഞ്ഞതാണ്. പക്ഷേ എടുത്ത് കളഞ്ഞിട്ടും വീണ്ടും അതേപോലെ അവിടെ വീണ്ടും പഴയതുപോലെ തന്നെ വരാൻ തുടങ്ങി. അപ്പോഴാണ് ഞങ്ങൾ പിന്നെ ഉടമ്പടി ഇവിടെ വന്നെടുത്തതിന് ശേഷമാണ് തൈലും ഉപ്പൊക്കെ കിട്ടിയിരുന്നത്. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ സെപ്പറേറ്റ് ആയിട്ട് തൈലും ഉപ്പും കൂടി ചാലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുളി കഴിഞ്ഞ് വന്നിട്ട് അവൻ ദിവസവും അത് പ്രാർത്ഥിച്ചിട്ട് തന്നെ വിശ്വാസ പ്രമാണം കൊന്തയൊക്കെ ചൊല്ലിയിട്ട് തന്നെ അവൻ അവിടെയൊക്കെ പുറത്തായിരുന്നു. അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് മൊത്തത്തിൽ മാറി. അവങ്ങനെ ഒരു പാടേ അവിടെ ഉണ്ടായിരുന്നില്ല. കാലിൻ്റെ അടിഭാഗത്താണെങ്കിലും സൈഡിലാണെങ്കിലും അത് പൂർണ്ണമായിട്ട് മാറി, ഒരു ഇതുപോലും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ അച്ഛന് യൂറിന് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അത് നല്ല മൂത്രം ഒഴിക്കുമ്പോഴൊക്കെ നല്ല ഒരു രാത്രിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് മൂത്രം ഒഴിക്കുന്നത്. അപ്പോൾ നല്ല എരിച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഉടമ്പടി വസ്തുക്കൾ അമ്മയ്ക്ക് അതേപോലെ അപ്പച്ചന് ഞാൻ തേനും ഉപ്പൊക്കെ കൊണ്ടേ കൊടുത്ത് അവരത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നല്ല കുറവുണ്ട്, നല്ല ആശ്വാസമുണ്ട്. അതുപോലെ തന്നെ
ഉടമ്പടിയിൽ വയ്ക്കാത്തതിന് എൻ്റെ ഒരു കസിൻ സിസ്റ്ററിന് അവൾക്ക് MBBS കുറച്ച് റാങ്ക് ഉണ്ട്, എന്നാലും സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന ആൾക്കാർ ഇന്ന സ്ഥലത്തൊക്കെ കൊടുത്താലേ അവൾക്ക് ഗവൺമെൻറ് കോളേജിൽ കിട്ടുള്ളായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിച്ച പോലെ തന്നെ അവൾക്ക് ഗവൺമെൻറ് കോളേജിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള മുന്നേ കിടക്കുന്നവർ അതേപോലെ തന്നെ അവൾക്ക് വേണ്ട രീതിയിൽ തന്നെ അവർ ഓപ്ഷൻ സെലക്ട് ചെയ്യും. അവൾക്ക് മെഡിക്കൽ കോളേജ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അവൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഞങ്ങളുടെ ഭവനത്തിൻ്റെ പണി മാതാവ് പൂർത്തീകരിച്ച് തന്നു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട്. ഇത്രയ്ക്ക് ചെയ്തു തന്ന മാതാവിനും തിരുകുമാരനും ഒരുപാട് നന്ദി പറയുകയാണ്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ജോസഫ് അച്ഛനും അൽസാൻഡ്ര അച്ഛനും അതേപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ ബ്രദർമാർക്കും സിസ്റ്റർമാർക്കും നന്ദി പറയുന്നു.